മോഹൻലാൽ പ്രൊമോ പുറത്തുവിട്ടപ്പോൾ തന്നെ പറഞ്ഞിരുന്നതാണ് ഞാൻ 7ന്റെ പണി തരുമെന്ന്. അനീഷിനെ എല്ലാവരും കൂട്ടം ചേർന്ന് ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ വേണ്ടി ശ്രമിച്ചു. എന്നാൽ ബിഗ് ബോസ് അനീഷിനെ ക്യാപ്റ്റനാക്കി. ഇതാണ് പറഞ്ഞു വെച്ചതുപോലുള്ള 7ന്റെ പണി. കൂട്ടം ചേർന്നും ഒറ്റതിരിഞ്ഞ് മൂലയിലിരുന്ന് കരഞ്ഞും സിമ്പതി സമ്പാദിച്ചും പിടിച്ചു നിൽക്കാമെന്ന് ശ്രമിക്കുന്നവർക്കുള്ള ആദ്യത്തെ അടിയാണ് ഇത്. തുടക്കം തന്നെ പ്രതീക്ഷിച്ചതുപോലെ രേണുവിനെതിരെയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രതികരിക്കുന്നത്. കുറെ താടിക്കാരന്മാര് താടിയും മുടിയൊക്കെ വളർത്തി അവിടെ ഇങ്ങനെ വേഗം തൂക്കി ചുമ്മാ നടക്കുന്നുണ്ട്. അവരെല്ലാം അതൊക്കെ നൈസിന് ഇവിടെ കഴിഞ്ഞുകൂടാം എന്നുള്ള രീതിയിലാണ് അവർ ചിന്തിച്ചു നിൽക്കുന്നത്. ഇതൊന്നും ബിഗ് ബോസ് അനുവദിക്കുന്നതല്ല. കളികൾ വേറെയാണ്. ഇപ്പോ ഈ കാണിക്കുന്നതെല്ലാം വേറെ ഒരു പ്രൊമോയാണ്. ആദ്യത്തെ ദിവസം തന്നെ മുമ്പുള്ള കളികൾ പോലെ സ്ഥാനാർത്ഥികളെല്ലാം വന്ന് സ്നേഹപ്രകടനങ്ങളും ഒക്കെ നടത്തിയൊക്കെ ഇരുന്നു കഴിഞ്ഞാൽ കാണുന്നവർക്ക് ഒരു വ്യത്യസ്തത ഉണ്ടാവില്ല. ബിഗ് ബോസ് തുടക്ക ദിവസം തന്നെ സംഘർഷങ്ങൾ നിലനിർത്തിക്കൊണ്ട് പോകാനാണ് ശ്രമിക്കുന്നത്. പുതിയ പുതിയ താരങ്ങൾ ഉയർന്നു വരും. അവരൊക്കെ ആയിരിക്കും അവിടെ പിടിച്ചു നിൽക്കുന്നത്. ഇപ്പൊ തുടക്കം മുതൽ തന്നെ ഞാൻ ഭയങ്കര സംഭവമാണെന്ന് കാണിക്കാനുള്ള ശ്രമങ്ങളാണ്. ഇതൊന്നും വിജയിക്കില്ല. ഇവരൊക്കെ നേരത്തെ പുറത്താകും. എന്നാൽ പതുങ്ങിയിരിക്കുന്ന ചില തന്ത്രങ്ങളുമായിട്ടൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവരൊക്കെ തലപൊക്കി തുടങ്ങും. അപ്പോഴാണ് കളി മാറുന്നത്. രേണുസുധിയുടെ ആവേശവും ചാട്ടവും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോക്ക് പെട്ടെന്ന് തീരുന്ന ലക്ഷണമാണ് കാണുന്നത്. എന്തായാലും പുതിയ പുതിയ തന്ത്രങ്ങൾ രേണു പുറത്തെടുത്തില്ലെങ്കിൽ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടാവും. കാരണം തന്ത്രശാലികളെല്ലാം അവസരം കാത്ത് പതുങ്ങിയിരിപ്പുണ്ട്. എന്റെ വിലയിരുത്തുകൾ ഇതൊന്നുമല്ല. ഈ ഷോ കണ്ട് സമൂഹത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ, സമൂഹത്തിൽ എന്തെങ്കിലും ദോഷങ്ങൾ പരത്തിവിടുമോ എന്നുള്ളതായിരിക്കും വരും ദിവസങ്ങളിൽ എന്റെ വിമർശനങ്ങൾ.